അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിനെ തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സർക്കാർ അയ്യപ്പ സംഗമത്തിന്റെ തിരക്കിലാണ്. ശബരിമലയുടെ വികസനവും ആഗോള ഖ്യാതിയും ലക്ഷ്യം. ഭയങ്കരം തന്നെ. പമ്പയിൽ 3000-ഓളം പ്രതിനിധികൾ വരും. മുഖ്യമന്ത്രി ഉണ്ടാവും. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം കൈയൊഴിഞ്ഞു. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. പകരം 2 മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നെത്തും. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. BJPയും പരിവാർ സംഘടനകളും മുൻപത്തെ ആചാര ലംഘനത്തിന് മാപ്പ് പറഞ്ഞിട്ട് മതി അയ്യപ്പന്മാർക്കായുള്ള സംഗമം എന്ന നിലപാടിൽ. വെരി ഗുഡ്. യുവതീ പ്രവേശനത്തിൽ കൈപൊള്ളിയ ഇടത് സർക്കാർ ആചാര ലംഘനത്തിന് ഒരുങ്ങുമെന്ന് കരുതാനാവില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. സൂയിപ്പിക്കല്ലേ. വിശ്വമാനവയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി സർക്കാർ പിന്തുണയിൽ നടത്താൻ പോകുന്ന അയ്യപ്പ കൂട്ടായ്മ വിവാദമായി കഴിഞ്ഞു. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം. ശബരിമല വികസനത്തിനായി സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ പോലും ചർച്ചയ്ക്ക് വെക്കുന്ന ഒന്നാവും അയ്യപ്പ സംഗമം. എന്നാ പിന്നെ പേടിക്കണ്ട. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികളെ കൊണ്ടുവരും. ആകെ 3000 പേർ. എന്തിന്? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ പരിപാലിക്കാൻ ശബരിമലയുടെ വരുമാനം കൂട്ടണം. ഇതും ലക്ഷ്യത്തിൽപ്പെടുന്നു. ഐഡിയ വേണം. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിടിപ്പിക്കാം. ഇതിനകം തന്നെ സംഭാവന നൽകുന്ന ഭക്തർക്കായി ചില ആനുകൂല്യങ്ങളും ഉണ്ട്. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ അത് അയ്യപ്പ സംഗമത്തിൽ ഓഫറായി അവതരിപ്പിക്കുമെന്ന് പോലും വിമർശനം വന്നു കഴിഞ്ഞു. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ച് കൊല്ലണം. 10 ലക്ഷം മുതൽ 3 കോടിക്ക് മുകളിൽ സംഭാവന നൽകുന്നവർക്ക് വേണ്ടിയാണ് ശബരിമലയിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന കൂപ്പൺ. രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിടിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി. മതി. അയ്യപ്പ സംഗമത്തിൽ ആദ്യം എതിർപ്പ് വന്നത് സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. യുവതീ പ്രവേശനത്തിൽ സർക്കാർ എടുത്ത നിലപാട് ഇപ്പോഴുമുണ്ടോ എന്നായിരുന്നു ചോദ്യം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചത് BJPയും ആയുധമാക്കി. അവിശ്വാസികളായ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്ക് അയ്യപ്പ സംഗമത്തിൽ എന്താണ് കാര്യമെന്ന് ഉത്തരം പറ. സ്റ്റാലിനെ തടയുമെന്ന് പോലും BJP മുന്നറിയിപ്പ്. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കൂല. എന്നാൽ കാണാമെന്ന് മന്ത്രി V ശിവൻകുട്ടി. എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. അയ്യപ്പ സംഗമത്തെ വരുമാനം കൂട്ടാനുള്ള മാർഗമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള നീക്കമായും കാണാം. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതിന് തിരുത്തൽ വരുത്തിയെന്ന സന്ദേശവും. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ശബരിമലയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാം. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സാർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്. അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ ലെറ്റ് മീ ടെൽ യു വിത്ത് അറ്റ്മോസ്റ്റ് റിഗ്രറ്റ് സാർ, അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ്
മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചുരുമണലിൽ ഒരു ചിത കത്തി അമർന്നു കഴിയുമ്പോൾ, അവസാനത്തെ ഇൻകിലാബും മുഴങ്ങി കഴിയുമ്പോൾ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. എ ലെഫ്റ്റിസ്റ്റ് ബട്ട് എ റെനഗേഡ്, എ കോംറേഡ് ഹു ബിട്രേഡ്. ഒറ്റ വാക്കിൽ സർ, ഒറ്റക്കാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. അങ്ങയുടെ തീരുമാനം. ലാൽ സലാം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം,